Namaste. Those who are new here, I'm Dr. Susan Kaurath, life psychologist and transformation coach. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, പ്രീ മാരിറ്റൽ കോഴ്സസ് ഉണ്ടോ, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു മാരേജ് പ്രിപ്പറേഷൻ കോഴ്സസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനകത്ത് നമ്മൾ സാധാരണ കൊടുക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് നേരത്തെ ഒന്ന് ചില കാര്യങ്ങൾ അവരുമായിട്ട് നമ്മൾ ആരാണോ നമ്മുടെ പാർട്ട്ണർ ആകാൻ പോകുന്നത് അവരോട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കോൺവെർസേഷൻ ചെയ്തിരിക്കണം. കാരണം മാരേജ് എന്ന് പറയുന്നത് ചുമ്മാ പ്രണയവും ലവും ഒന്നുമല്ല. ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഓഫ് ക്രിയേറ്റിംഗ് എ ഫാമിലി. അതിലേക്ക് രണ്ട് പേര് ഒരു ലൈഫ്, ഒരു ഫാമിലി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ കയറുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒരു പ്രീ മാരേജ് കോൺവെർസേഷൻ എന്ന് പറയുന്ന, അപ്പോൾ നമ്മളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അവിടെ നമ്മളൊരു പ്രീ മാരേജ് കോൺവെർസേഷൻ എവറി മാൻ ആൻഡ് വുമൻ ഷുഡ് ഹാവ് ബിഫോർ മാരേജ്, അല്ലെ? ഒരു പ്രീ മാരിറ്റൽ കോൺവെർസേഷൻ എന്ന് പറയുന്ന അതാണ്. ഒരു ആണും ഒരു പെണ്ണും കല്യാണത്തിന് മുമ്പ് തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട കോൺവെർസേഷൻസ് ആണത്. അതിലാദ്യത്തെ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ പറയുന്നത് ദ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. പലപ്പോഴും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പലരും പെൺകുട്ടിക്ക് ഇത്ര ജോലിയുണ്ട്, ആൺകുട്ടിക്ക് ഇത്ര ജോലിയുണ്ട്, അവർക്ക് ഇങ്ങനത്തെ ഒരു ഫ്യൂച്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇന്ന രീതി പഠിച്ചതാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടിൽ ഇത്ര ആസ്തിയുണ്ട്, ചെറുക്കൻ്റെ വീട്ടിൽ ഇത്ര ആസ്തിയുണ്ട്, അല്ലെങ്കിൽ അവർ ഇന്ന ബിസിനസ് പേഴ്സൺസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും വരും. ചിലപ്പോൾ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഫിനാൻഷ്യലി ചിലരെയൊക്കെ ലൂട്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇന്നൊക്കെ പല നിയമങ്ങളും വരുന്നത്. സ്ത്രീകളുടെ സ്വത്തിനും അവരുടെ സ്വർണത്തിനും ഒക്കെ അവകാശികൾ അവരാണ്, അല്ലാതെ ഹസ്ബൻഡിന്റെ വീട്ടുകാരല്ല എന്നുള്ള രീതിയിലൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എപ്പോഴും നമ്മളുടെ ഒരു മാരേജിന് മുമ്പുള്ള കോൺവെർസേഷനിൽ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസും ആൻഡ് റെസ്പോൺസിബിലിറ്റിയും തീർച്ചയായിട്ടും സംസാരിച്ചിരിക്കണം. എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഒരാൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കുറേ കാര്യങ്ങൾ അവർക്ക് വേണം. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്, ഏത് രീതിയിലാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ സംസാരിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിപരമായ കാര്യങ്ങൾ, പ്രൊമോഷൻ ഒക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജോലിയിൽ പ്രോഗ്രസീവായിട്ട് പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ. അത് വളരെ ക്ലിയർ ആയിരിക്കണം. അല്ലാതെ ചുമ്മാ ഒരു വേഗമായിട്ടുള്ള ആൻസേഴ്സും ഡിസ്കഷൻസും അതൊക്കെ നമുക്ക് അത് കഴിഞ്ഞ് നോക്കാം, നടക്കൂല. ആദ്യമേ തന്നെ പറയണം ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഒബ്ലിഗേഷൻസും ഒക്കെ ആർക്കൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏത് ലെവലിലാണെന്നുള്ളത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ലൈഫ് യു വോണ്ട് ടു ലീഡ്. ചില ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് മതി, ചില ആളുകൾക്ക് വളരെ ലാവിഷ് ആയിട്ടുള്ള ലൈഫ് വേണം, ചില ആളുകൾക്ക് വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യത്തുള്ളൂ. പിന്നെ ചില ആളുകൾക്ക് ട്രാവലിംഗ് ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടം, ചില ആളുകൾക്ക് മോർ എന്റർടൈൻമെന്റ് വേണം, ചില ആളുകൾക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ലൈഫ് മതി, ചില ആളുകൾക്ക് മോർ ഓഫ് റിലീജിയസ് ആയിട്ടുള്ള സ്പിരിച്വലി ആണ് അവർ പോകുന്നത്, ചില ആളുകൾക്ക് അത്രയും സ്പിരിച്വൽ ആയിരിക്കില്ല, ചിലർ ഭയങ്കരമായിട്ട് അംബീഷ്യസ് ആയിരിക്കും, ചിലർ വർക്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും. അപ്പം ഏത് തരത്തിലുള്ള എന്ത് നേച്ചർ ഓഫ് ലൈഫാണ് നമുക്ക് വേണ്ടത്? ചിലരെ നമ്മൾ പറഞ്ഞില്ല, ചിലർക്കൊക്കെ കുറച്ച് വലിയ വീടുകൾ വേണം, ചിലർക്ക് അത്രയും ലക്ഷൂറിയസ് വീട് വേണ്ട, സിമ്പിളായിട്ട് ജീവിച്ചാൽ മതി, ചിലർക്കൊരു മന്ത്ലി ഇൻകം കൊണ്ട് അങ്ങനെ സിമ്പിൾ ഒരു മിഡിൽ ക്ലാസ് രീതിയിൽ പോയാൽ മതി, ചിലർക്ക് അങ്ങനെയല്ല, എനിക്ക് വളരെ ഒരു ഹൈ ക്ലാസ് ലെവലിലേക്ക് പോകണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിലുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളാണ് മാരേജിന് ശേഷം. അടുത്തത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ദ ലെവൽ ഓഫ് ഇൻവോൾവ്മെന്റ് ഓഫ് ദ ബേസ് ഫാമിലി. അതായത് ആൺകുട്ടിയുടെ സൈഡിൽ നിന്നുള്ളതും പെൺകുട്ടിയുടെ സൈഡിൽ നിന്നുള്ളതുമായ ബേസ് ഫാമിലിയിലെ ഇൻവോൾവ്മെന്റ്. അതായത് അപ്പനമ്മ, ബാക്കി സഹോദരങ്ങൾ, അങ്കിൾ ആൻറ്റി, അവരെല്ലാവരും ഇവിടുത്തെ സൈഡിൽ നിന്ന് അപ്പനമ്മ, സഹോദരങ്ങൾ, അവരെല്ലാവരും അങ്ങനെയുള്ള ഒരു ബേസ് ഫാമിലി എന്നുള്ള ഇൻവോൾവ്മെന്റ് എന്തുമാത്രം കാണും എന്നുള്ളത് വളരെ ക്ലിയർ ആയിരിക്കണം. അല്ലാതെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ബൗണ്ടറി ഇറോഷൻസ് ഈ കപ്പിളിന്റെ അല്ലെങ്കിൽ അവർ ജീവിക്കാൻ പോകുന്ന അവരുടെ കോർ ഫാമിലിക്ക് എൻട്രി ചെയ്തുകൊണ്ട് അവരുടെ ഡിസിഷൻസിനെ എല്ലാം താറുമാറാക്കുന്ന രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ആദ്യമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചു വെക്കുക. എൻ്റെ മകൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇടപെടും, അല്ല എൻ്റെ മകളുടെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇടപെടും. അപ്പം മറ്റേ ആൾ നോക്കണം, അങ്ങനെ ഇടപെടുന്ന ആളെ വേണോ? ബേസ് ഫാമിലി ഭയങ്കരമായിട്ട് ഇടപെടുന്നത്. ബേസ് ഫാമിലി എപ്പോഴും ഇവർക്കൊരു പില്ലർ ഓഫ് സപ്പോർട്ടാണ് വേണ്ടത്, പില്ലർ ഓഫ് സപ്പോർട്ട്. അല്ലാതെ ഇവരുടെ ജീവിതത്തെ കയറി കിടന്ന് കളിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെ നമ്മൾ കാര്യമായിട്ട് സംസാരിക്കണം, അതിൻ്റെ ഇൻവോൾവ്മെന്റ്. അതുപോലെ തന്നെ നമ്മൾ വിവാഹത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ രണ്ടുപേരും പാർട്ട്ണർ ആകുന്നതിന് മുമ്പ് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എത്ര കുട്ടികളെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്,
അത് ഏത് സമയത്താണ് നിങ്ങൾ അങ്ങനെ ഒരു കുട്ടികളെ പ്ലാൻ ചെയ്യുന്നത്? അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു 30s കഴിഞ്ഞിട്ട് മതി കുട്ടികൾ, അല്ലെങ്കിൽ 35 ആയിട്ട് കുട്ടികൾ മതിയെങ്കിൽ നമ്മൾ നോക്കും നമ്മുടെ ഓവത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ നമ്മുടെ ഒരു സ്ട്രെങ്ത് ഒക്കെ നോക്കി ചിലപ്പോൾ നമുക്കതൊക്കെ ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള ഒരു 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 ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇപ്പോഴുണ്ട്. അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി ഡോക്ടർമാരെ കണ്ട് അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ. അതല്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ കുട്ടികളെ വേണമെന്നുള്ളവരാണ്, അങ്ങനെ നിങ്ങളൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടുപേരും വളരെ നല്ല രീതിയിൽ അറിയേണ്ട ഒരു കാര്യമാണ് രണ്ടുപേരുടെയും ജീവിതത്തിന്റെ ഗോൾസ്. എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെയാകാനാണ് താല്പര്യം, മറ്റേയാൾക്ക് ഇങ്ങനെയാകാനാണ് താല്പര്യം എന്നുള്ള രീതിയിൽ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ ഗോൾ എന്താണ് എന്നുള്ളത് അറിയണം. അല്ലാതെ നമുക്കെല്ലാവർക്കും ഒരേ ഗോള് ഒന്നിച്ച് അങ്ങനെ ഒരു സാധനമില്ല. അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഇന്നയാൾക്ക് ഇന്ന രീതിയിലാണ് അച്ചീവ് ചെയ്യേണ്ടത്, ഇന്നയാൾക്ക് ഇന്ന രീതിയിലാണ് അച്ചീവ് ചെയ്യേണ്ടത്. ഒരു ഫാമിലിയിൽ എല്ലാ ഇൻഡിവിജ്വൽസിനും അവരുടേതായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫ്ലറിഷ് ചെയ്ത് വരാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്കതിനെ ഒരു നല്ല ഫാമിലി, ഒരു ഫങ്ഷണൽ ഫാമിലി എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വളർച്ച മുരടിച്ച് അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതിരിക്കും അതിനെ ഒരു ഫങ്ഷണൽ ഫാമിലി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പം ഓരോ വ്യക്തികളും അവരുടെ ഗോൾസ് എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹൗസ് ചോഴ്സ് മാനേജ്മെന്റ്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ ഒത്തിരി പേരുണ്ട്, പല ആൾക്കാരുണ്ട്, പല രീതിയിലാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും അറിയണം എങ്ങനെയാണ് ഒരു വീട്ടിലെ ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഒരു 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 വീടുണ്ടെങ്കിൽ അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ പണികളും എങ്ങനെയാണ്, ആരാണ് അതിനകത്ത് മെയിനായിട്ട് ചെയ്യുന്നത്, വേറൊരാളാണോ സപ്പോർട്ടീവായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരാൾ ചെയ്യുന്നു വേറെ ദിവസം വേറെ, നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താണോ ചെയ്യുന്നത്, ഹൗസ് ചോഴ്സ് അതോ നിങ്ങൾ വേറൊരാൾക്ക് പുറത്തുനിന്നുള്ള ആൾക്ക് കൊടുക്കുകയാണോ, എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതിൽ നല്ല ധാരണ ഉണ്ടായിരിക്കണം. എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ സ്ത്രീകളെ ഭയങ്കരമായിട്ട് കിച്ചണിനകത്തുനിന്ന് പുറത്തേക്ക് വരാൻ പഠിപ്പിച്ചപ്പോൾ ആൺകുട്ടികളെ പുറത്തുനിന്ന് കിച്ചണിലേക്ക് കയറാൻ ആരും പഠിപ്പിച്ചില്ല. ഇത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അമ്മയുടെയൊക്കെ എൻ്റെ അമ്മയുടെ ഒരു സിസ്റ്ററാണ്. അപ്പം ആ അമ്മയുടെ സിസ്റ്റർ ആൺകുട്ടികളാണ്. ആൺകുട്ടികളെ കിച്ചണിലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. കൂട്ടത്തിൽ കയറുമ്പോൾ ഇപ്പം പുട്ടുണ്ടാക്കുകയാണ്, നീ തേങ്ങ തിരുമിത്ത അമ്മയ്ക്ക്, അതല്ലെങ്കിൽ ഞാൻ കറി വെക്കുമ്പോൾ നീ അപ്പം ചുട്ടെടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം അവിടെ ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ വിളിച്ചു പറയും എനിക്ക് ഈ താറാവ് റോസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് താറാവ് റോസ്റ്റും ഇന്നതും വെച്ചേക്കണം, ഞാൻ വരുന്നുണ്ട്, ഞാനും മോളും വരുന്നുണ്ടെന്ന് പറയും. അപ്പം ഞാൻ അവിടെ വീട്ടിൽ ചെന്നു. ഞങ്ങൾ കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ വൈഫ് അവിടെ ഇല്ല, മോൻ്റെ വൈഫ് അവിടെ ഇല്ല, പുള്ളിക്കാരത്തി ടീച്ചറാണ്. അപ്പം മോൻ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ വർത്താനം പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എന്തോ കാര്യത്തിന് അങ്ങോട്ട് മാറിയിട്ട് വന്നപ്പം ഇവനെ കാണുന്നില്ല. അപ്പം ഞാൻ ഇവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം അമ്മച്ചി പറഞ്ഞു കിച്ചണിലുണ്ട്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഇവൻ തറാവ് കറി വെച്ച് പ്രഷർ കുക്കർ അടക്കം എല്ലാം ഇരുന്ന് കഴുകുകയാണ്. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, നീ കഴുകുകയാണ്? അതെ, കഴുകി വെച്ച് കഴിഞ്ഞാൽ അവൾ ഇനിയിപ്പം സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ നല്ല ടയർഡായിട്ടല്ലേ വരുന്നത്, അപ്പം എല്ലാം ഒന്ന് ഒതുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ അവൾക്കൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് അവൻ ഇതെല്ലാം കഴുകി വെക്കുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് അവൻ കഴുകി വെക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ പാത്രം കഴുകുന്നു. പക്ഷേ പലപ്പോഴും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവനെ കൂടി എന്തിനാ കഴിക്കുന്നത്, നീ ഇവിടെ നോക്കിയിരിക്കുന്നു, നിനക്ക് കയറി കഴുകിക്കൂടെ എന്നായിരിക്കും സാധാരണ രീതിയിൽ പല വീടുകളിലും ചോദിക്കാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പൊ ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു ചേഞ്ച് ആണെന്ന് ഞാൻ പറയും. അപ്പോൾ ആ രീതിക്ക് നമ്മുടെ ഹൗസ് ചോഴ്സിനെ എങ്ങനെയാണ് ഒരാൾ മറ്റേ ആളെ കരുതിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു കെയർ, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഫോർ ദി അതർ പേഴ്സൺ, ഒരു എംപത്തറ്റിക് അപ്രോച്ച് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്പെസിഫിക് റീസൺ ഫോർ ചൂസിങ് യു ആസ് എ പാർട്ട്ണർ. മറ്റേ ആള് തീർച്ചയായിട്ടും നിങ്ങളോട് പറയണം നിന്നെ ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ ആക്കുന്നത്. അതുപോലെ തന്നെ നമുക്കും പറയാൻ പറ്റണം ആരെയാണോ നമ്മൾ ലൈഫ് പാർട്ട്ണർ ആക്കുന്നത് അവരെ ഞാൻ എന്തുകൊണ്ടാണ് ലൈഫ് പാർട്ട്ണർ ആക്കുന്നത്. വെറുതെ വന്നിട്ട് ഐ ലവ് യു സോ ഐ ആം മേക്കിംഗ് യു മൈ പാർട്ട്ണർ വോണ്ട് വർക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ ലൈഫ് പാർട്ട്ണർഷിപ്പിൽ വർക്ക് ആവില്ല. ലവ് ഇസ് ഡിഫറെന്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മാരേജ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഓഫ് ലൈഫാണ്. ഒരു ലൈഫ് പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അറിയണം ഞാൻ എന്തുകൊണ്ടാണ് ഈ പെർട്ടിക്കുലർ ആളെ ഞാൻ എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ വ്യക്തി എന്നെ ലൈഫ് പാർട്ട്ണറായിട്ട്
ചൂസ് ചെയ്യുന്നതെന്നുള്ളതും നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞൊക്കെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വരും. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഇൻ എ മാരേജ്. അതുപോലെ തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, ആരാണ് ആ വീട്ടിലെ മാൻ ആൻഡ് ലേഡി ഓഫ് ദ ഹൗസ്. ദർ ഇസ് എ മാൻ ഓഫ് ദ ഹൗസ് ആൻഡ് എ ലേഡി ഓഫ് ദ ഹൗസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പണ്ട് കാലത്താണ് നമുക്ക് പറയാം ഒത്തിരി പേരുണ്ട്, അപ്പോൾ ആരെങ്കിലും മൂത്തവരായിരിക്കും, അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. നമ്മളിപ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ലിവിങ് ഇൻ എ വെരി ന്യൂക്ലിയർ ഫാമിലി ഓർ മാക്രോ ഫാമിലീസ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിയാം ഹൂസ് ദ മാൻ ഓഫ് ദ ഫാമിലി ആൻഡ് ഹൂസ് ദ ലേഡി ഓഫ് ദ ഫാമിലി. ആൻഡ് ഇഫ് യു ആർ ദ മാൻ ഓഫ് ദ ഫാമിലി ആൻഡ് യു ആർ ദ ലേഡി ഓഫ് ദ ഫാമിലി, യു നോ ഹൗ ടു ഡു ദാറ്റ്. ഇൻ യുവർ കോർ ഫാമിലി ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടുപേരുമായിരിക്കും. പക്ഷേ പല ഫാമിലീസിലും ചിലപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പേരൻസിൻ്റെ കൂടെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസങ്ങൾ വരും. പക്ഷെ അതിലും നമ്മുടെ കോർ ഫാമിലി നമ്മൾ തന്നെ ആയിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആ മാൻ ഓഫ് ദ ഫാമിലിയും ലേഡി ഓഫ് ദ ഫാമിലി അറിയാം വേർ ഇസ് മൈ പൊസിഷൻ, എൻ്റെ പൊസിഷൻ ഇവിടെ എന്താണ്. വെൻ ഐ ഗെറ്റ് മാരീഡ് ആൻഡ് ഐ എം കണക്ടിങ് ടു യുവർ ഹൗസ് ആൻഡ് ബോയ് ഗേളിൻ്റെ വീട്ടിലേക്കും ഗേൾ ബോയുടെ വീട്ടിലേക്കും പോകുന്ന ഒരു പ്രോസസ്സാണല്ലോ ആ കണക്ഷൻ. അങ്ങനെ വരുമ്പോൾ അവിടെ ഈച്ച് വീട്ടിൽ എന്താണ് എൻ്റെ പൊസിഷൻ എന്നുള്ളത് വളരെ ക്ലാരിറ്റിയിൽ ആ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്നവർ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മളൊന്ന് വന്നു കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ നമുക്ക് അതിന് മുമ്പ് തന്നെ കാര്യങ്ങളെ അറിയാം, എങ്ങനെയായിരിക്കും ആ ലൈഫ് പോകുന്നത്. പാർട്ട്ണർഷിപ്പിലേക്ക് നമുക്കൊരു നമ്മൾ പറയത്തില്ല, എനിക്കൊരു നോളജ് ഉണ്ട്, ഒരു അറിവുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി അറിഞ്ഞൊരു കാര്യത്തിലേക്ക് ചെല്ലുന്നതും ഒന്നും അറിയാത്ത സങ്കല്പങ്ങളിലൂടെ ചെയ്യുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കോൺവെർസേഷൻസ് ഒക്കെ നമ്മളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റിവീലായിട്ട് കിട്ടും, കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. അപ്പം ആ രീതിക്ക് നമ്മുടെ ലൈഫിനെ നല്ല രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, നമ്മളാണ് നമ്മുടെ ലൈഫിനെ നല്ലതാവേണോ ചീത്തയാക്കണോ എന്ന് ചിന്തിക്കുന്നത്. നമ്മളെടുക്കുന്ന ഓരോ ഡിസിഷൻസും നമ്മളെടുക്കുന്ന ഓരോ ആക്ഷൻസും ഇറ്റ് അഫക്ട്സ് അസ്. അപ്പം നമ്മുടെ തോട്ടുകളിൽ എപ്പോഴും നമ്മുടെ ലൈഫ് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലായിരിക്കണം. എപ്പോഴും പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ് എന്ന രീതിയിലായിരിക്കും നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകേണ്ടതിന്. അതിനുവേണ്ടി ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ.